ഫസ്ലും ഫീ ബയാനി ശുറൂത്തിൽ ഖുദുവത്തി അയ്ളൻ. ഖുദുവത്തിന്റെ ധാരാളം ഷർത്ത് പറഞ്ഞില്ലേ? ഇനിയും 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 ഫസ്ല് കെട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നായി മണലിറക്കിയ പോലെ ഇറക്കിയാൽ പഠിക്കാനാളുണ്ടാവില്ല. ഘട്ടമായിട്ട് ഫസ്ലാക്കിയത്. ഷർത്ത് ഇന്നിഖാദിൽ ഖുദുവത്തി, തുടർച്ച സ്വഹിയാഹാനുള്ള ഷർത്ത്. ഇബ്തിദാഅൻ, ഇമാമൻ ജമാഅത്തിന്റെ ഫളീലത്ത് തുടക്കം മുതൽ കിട്ടണം എന്ന ആശയം ഉണ്ടെങ്കിൽ മാത്രം. അത് പറയാൻ കാരണം ഇബ്തിദായിൽ തന്നെ ജമാഅത്ത് കരുതണം എന്ന് ഇവിടെ പറയുന്നു. അന്നേരം ചോദ്യം വന്ന് നടുക്കുന്ന് കരുതിക്കൂടെ? അത് പറയുന്നത് നടുക്കുന്ന് കരുതിയ അവിടെ മുതൽക്കേ 27 അട്ടി കിട്ടുള്ളൂ. ഇബ്തിദാ മുതൽക്ക് കരുതിയാലോ നടുക്കുന്ന് തുടരുന്നതിന് കറാഹത്തൊന്നുമില്ല. പക്ഷെ ഇതുവരെ ഉള്ളത് ഇൻഫിറാദിന്റെ കൂലിയും ഇവിടുന്ന് അങ്ങോട്ട് എന്തു ആവും? അതുകൊണ്ടാണ് ഇബ്തിദാഅൻ എന്ന കൈത് കൊടുത്തത്. കമാ അഫാദഹു, ഇബ്തിദാഅൻ എന്ന കൈത് അറിയിച്ചു. മാ സയദ്കുറുഹു 332 ഈ വാർത്ത്. എന്ത് 332 പറയുന്നേ? നിങ്ങൾക്ക് പരിപൂർണ ജമാഅത്ത് വേണമെന്നുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരെ തന്നെ കരുതിക്കൊള്ളണം അൽ ഇമാമീൻ. പിന്നെ വെറുതെ ബേക്കി പോയി നിന്ന് പിന്നീടാണ് നിങ്ങൾ അൽ ഇമാമി കരുതിയെങ്കിൽ അന്നേരം മുതൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ജമാഅത്ത് കിട്ടുള്ളൂ. 332 എന്ത് പറഞ്ഞു? കൊറേ സമയം ഇമാമത്ത് കരുതാണ്ടും മധ്യത്തിൽ വെച്ച് കരുതിയിട്ടും എല്ലാം പറ്റൂലേ? അതിനാൾക്കാരെ നഷ്ടം മുസന്നിഫിന്റെ മേലെ കയർത്ത് കയറണ്ട. എങ്ങനെ കയറണ്ട? മഴത്തക്ക് വീരി എന്ന് പറഞ്ഞ കൈദിനോട് മഴത്തക്ക് വീരി അവിടെ കയർക്കുന്നു. ഖുദുവത്തെ മഴത്തക്ക് വീരി എന്ന് പറഞ്ഞിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ എന്താക്കുക? അന്നേരം ചോദിക്കുന്ന അതിന്റെ ആവശ്യം എന്ത് ബുദ്ധി ഇല്ലാണ്ടല്ലേ പറയുന്നു? എപ്പോഴാണോ കരുതിയത് അവിടെ മുതൽക്കേ ജമാഅത്ത് കിട്ടുള്ളൂ. ഒരു ഹർഫ് വൈകി അതിനാണ് കഴിച്ചായില്ലേ? അൽ-ഇഖ്തിദാഅ അവിൽ ജമാഅത്ത, അല്ലെങ്കിൽ എന്ത് കരുതണം? അവിൽ ഇഅ്തിമാമ തുടരുന്നു. ഔ ഖൗലുഹു മഅ്മൂമൻ ഖൗലുഹു മുതമ്മൻ ലിഅന്നൽ മുതാബഅത അമലുൻ. പിന്തുടർച്ച എന്ന് പറഞ്ഞത് ഒരു കൈഫിയത്താണ്. കൈഫിയത്ത് ഫഫ്തഖറത്ത് ലിനിയ്യത്തി, വെറുതെ പിന്തുടർന്ന പിന്തുടർച്ചയാവോ? ആവശ്യമായി. അന്നേരം ഒരു ചോദ്യം ഈ പറഞ്ഞതില്ലല്ലോ, ഒരു ഇബാറത്തിൽ ചോദ്യം. എവിടെ ഇത്തിമാമ് എന്ന് പറഞ്ഞിടത്ത് ചോദ്യമില്ല. കൗനഹു മഅ്മൂമന്റെ അടുത്തും ഇല്ല. കൗനഹു മുത്തമ്മനില്ല. പിന്നെ ജമാഅത്ത് എന്ന് പറഞ്ഞ ലഫ്ള് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തേ? അത് മുസ്തറക്കല്ലേ? ആരും അതിൽ പങ്കെടുത്തു. മഅ്മൂമ്. അപ്പം വേർതിരിക്കൽ നിർബന്ധമല്ലേ? ബാക്കിയുള്ളടത്തില്ല. ഇത്തിമാമ് എന്ന് പറയുമ്പോൾ മഅ്മൂമേ പറയും. കൗനഹു മഅ്മൂമൻ എന്ന് പറഞ്ഞത് മഅ്മൂമൻ. കൗനഹു മുത്തമ്മൻ, മുത്തമ്മൻ തുടർന്നവൻ അല്ലേ? ഈ ഇഖ്തിദാ എന്ന് പറഞ്ഞിടത്തും കളിയില്ല. ജമാഅത്ത് എന്ന് പറഞ്ഞ വാക്കെന്താ? അപ്പൊ എങ്ങനെ മതിയാകും? ഇൽഹാറാക്കണ്ടേ? ഇമാം എന്ന നിലക്കുള്ള ജമാഅത്ത്, മഅ്മൂം എന്ന നിലക്കുള്ള ജമാഅത്ത് ഇല്ലേ? ഇല്ല. അങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയില്ല. എന്തേ? ഇവിടെ പ്രശ്നമേ അല്ല. കൗനുൽ ജമാഅത്തി, അൽ ജമാഅത്ത് എന്ന വാക്കാവൽ തസ്ലുഹു, ജമാഅത്താവൽ എന്ന ജമാഅത്ത് എന്ന പദം വെക്കപ്പെട്ടതാകൽ ഇമാമിനും പറ്റും. ഐലൻ ആർക്ക് പറ്റുന്ന പോലെ. അപ്പൊ തമീസ ഇല്ലാതായി പോവില്ലേ? ഇല്ലില്ല. ലിഅന്നൽ ലഫ്ളൽ മുത്ലഖ
യുനസ്സലു അലൽ മൽഹൂദി ശർഈ, ഓരോരുത്തരുടെയും മനസ്സിൽ എന്താണോ സ്ഥലം പിടിച്ചത് അതിലേക്ക് തിരിക്കപ്പെടുന്നു. എന്താവും? ഫഹിയ മിനൽ ഇമാമി ഗൈറുഹാ മിനൽ മഅ്മൂം. അപ്പോൾ ഓരോരുത്തരുടെയും തീരുമാനം ജമാഅത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഇമാമിൽ നിന്ന് ഗൈറുഹാ ജമാഅത്ത് കൊണ്ടുള്ള വിവക്ഷ അല്ല മിനൽ മഅ്മൂം. ചിന്താഗതി മാറിയില്ലേ? ഫനുസിലത്ത് ഫീ കുല്ലിൻ അലാ മാ യലീഖു ബിഹി. ഓരോരുത്തർക്കും അവരുടേതായ നിലപാട് കൊടുത്തു. എന്താവും? ഇമാമ പറയുമ്പോൾ ഇമാം എന്ന നിലക്കുള്ള ജമാഅത്ത്, നേതൃത്വം നൽകിക്കൊണ്ടുള്ള ജമാഅത്ത്. മഅ്മൂം പറയുമ്പോൾ ആ അപ്പൊ ചിന്താഗതി വ്യത്യാസമില്ലേ പറയുന്ന എനിക്ക്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയത്തിലുള്ളതായ ഒന്നുകൊണ്ട് തന്നെ മാറി. കാണാൻ ലഫ്ള് ഒന്നാണെങ്കിലും ആകെ പറഞ്ഞത് കൊണ്ട് അറിയപ്പെട്ടു എന്ന ഖൗല ജമ്മി. ലാ യക്ഫി നിയ്യത്തുന അവിൽ ഖുദ്വ അവിൽ ജമാഅ. രണ്ടും പറ്റൂല. ഖുദ്വത്തിന്റെ നിയ്യത്തും പറ്റൂല, ജമാഅത്ത് എന്നുള്ളത്. എന്തേ പിന്നെന്താ വേണ്ടി? വല്ലാബുദ്ദ അൻ യസ്തഹദിറ ലിഖ്തിദാ ബിൽ ഹാദിരി. ഏത് ഇമാമിനോട് തുടരുന്നു അത് പറയണം പോലും, എന്നാലേ നിർണയിക്കലാവുള്ളൂ പോലും. ലൈഫാണ്. അങ്ങനെ ലൈഫാന്ന് കിട്ടിയേ? ലൈഫായതെങ്ങനെ? ഒരു കൂട്ടർ പറഞ്ഞേന്ന് കുതുവത്ത് കരുതിയിട്ടും വലയില്ല, ജമാഅത്ത് കരുതിയിട്ടും വലയില്ല. ഇന്നാൽ ഇന്ന ഇമാമിനോട് ഞാൻ തുടരുന്നു. എങ്ങനെ വേണം പോലും. അവിടെ കിട്ടി റാഫി ഇമാമ് അസ്ഹാബിന്റെ കലാപ് കൊണ്ടുവന്നു. ആ അസ്ഹാബ് മുഴുവനും പറഞ്ഞത് തുടരുന്നു എന്നോ ജമാഅത്ത് ആയിട്ട് എന്നോ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഹാദിറായ മനുഷ്യനെ കരുതാൻ ഒരാളും പറഞ്ഞിട്ടില്ല. ഹാദിറായതാണെങ്കിൽ പിന്നെ ഈ ജമ്മിന്റെ ചോദ്യോത്തരം. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഈ ജമ്മിന്റെ ചോദ്യോത്തരത്തിന് അർത്ഥം ഉണ്ടാ? വിധുവാത്തിലല്ലേ? ഇല്ല എന്നാണ് റാഫിമാ മനസ്സിലാക്കിയത്. റാഫിമാ പറഞ്ഞ് അസ്ഹാബ് പറഞ്ഞിടത്തോളം എന്തേ ഉള്ളൂ, ഏറി പറഞ്ഞാൽ കുതുവത്ത് അല്ലെങ്കിൽ ജമാഅത്ത് കരുതണം. ഹാദിറായ മനുഷ്യനെ ഹാജരാക്കൽ എന്തില്ല? അപ്പൊ പൊളിക്കില്ലേ? വൈല ഈ കൗലി ഈ ജമ്മ പറഞ്ഞത് മുഅ്തമദല്ല എങ്കിൽ ലം യതി ഇഷ്കാലു റാഫിയിൽ മദ്കൂർ. ഏത് വരൂലായിരുന്നു? ഇഷ്കാലു ഫിൽ ജമാഅത്തി, ജമാഅത്തിന്റെ ബാബിൽ വലാദുർ ഖൗലുൽ ജമാഅത്തി വായിച്ചി റാഫി ഇമാം. വൽ ജവാബു അൻഹു, ഉത്തരവും പറഞ്ഞു ജമാഅത്ത് എന്ന പദം എല്ലാവർക്കും ഉള്ളതാണ്. ഈ ചോദ്യവും ഈ ഉത്തരവും വരണ്ടിക്കൽ ഹാജരായ ഇമാമ് എന്ന് കരുതിയിട്ട് ആയിരിക്കും അത്? അല്ല, കരുതാണ്ട അല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി. റാഫി ഇമാം അവതരിപ്പിച്ച് വലാദുർ ഖൗലുൽ ജമാഅത്തി തസ്ലുഹു ലിൽ ഇമാമി അയ്ളൻ എന്നൊരു ജവാബും പറഞ്ഞു. കാണാൻ ജമാഅത്ത് എന്ന് പറഞ്ഞത് രണ്ടാക്കും പറയാൻ പറ്റുമെങ്കിൽ ഹൃദയത്തിൽ വ്യത്യാസമുണ്ട്. ഈ ചോദ്യവും ഈ അവതരണവും കാണുമ്പോൾ റാഫി ഇമാം എന്ത് കണ്ടിട്ടില്ല എന്നാ വരുന്നത്? ഇത് വേണ്ടെന്നല്ലേ? അപ്പൊ ഇവർ അവതരിപ്പിച്ചത് മുഴുവൻ തെറ്റല്ലേ? വേണ്ടാതെ ഒരു കൊസ്രാക്കൊള്ളിയല്ലത്. അന്നൽ മുത്തലക്ക മുതൽ ഉത്തരവും പറഞ്ഞല്ലോ. ഫൈ കുത്ത ഒരു ചോദ്യം ഒരു ഉത്തരവ് എന്താ? മറ അന്നൽ ഖറായിന അൽ ഖാരിജിയ്യ ലാ അമല ലഹാ ഫി നിയ്യാത്തി. പുറമേ നിന്ന് കരീനത്ത് കിട്ടിയ ഫലമില്ല എന്ന് 11-ാം പേജിലില്ലേ? ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് കരുതുന്നിടത്ത് ചവ്വാൽ 1-ന് വലിയ പെരുന്നാൾ ഉണ്ടാവോ? അപ്പൊ കരീനത്ത് കൊണ്ട് തന്നെ എന്ത് കിട്ടി? ചെറിയ പെരുന്നാളാണ് കിട്ടി. പിന്നെന്തിനാ ചെറുത് എന്ന് പറഞ്ഞത്? അതിന് ഇബിനാജർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് 11-ല്. ഖാരിജിയായ കരീനത്ത് നോക്കൂല, ബിദാത്ത് തന്നെ കിട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞില്ല. അതുപോലെ കബലിയും വൈദിയും പറഞ്ഞെടുത്ത് കബലിയെ ഫർദ് നമസ്കരിച്ചിട്ടില്ല. കബലിയാന്ന് ഉറപ്പല്ലേ? പിന്നെ എന്തിനാ പറയുന്നത്?
അതിൽ ഖാരിജിൽ നിന്ന് കിട്ടുന്ന തെളിവല്ലേ, അത് പോരാലോ. അപ്പൊ ഇതും ഖാരിജിൽ നിന്ന് കിട്ടിയതല്ലേ. ജമാഅത്ത് എന്ന പദം രണ്ടാക്കും പറ്റുന്നുണ്ട്, ഖാരിജിയായ അമറല്ലേ. കുൽത്തു അന്നീയത്ത് ഹുനാ വഖഅത്ത് താബിയ. ഇവിടെ നമസ്കാരത്തിന്റെ അത്ര അടിസ്ഥാനപരമല്ല. ഏത് നിയത്ത്? ഏത് നിയത്ത്? ആ എന്നാ ഗൈറു ശർത്തിൻ നിഖാദി. നമസ്കാരം സഹിയാകാനുള്ള മോഡലൊന്നും അല്ല അത്, ജമാഅത്തിന്റെ ഫളീലത്തിന് വേണ്ടതാണ്. വലിയന്നഹ മുഹസ്സിലത്തുൻ, അത് വന്നു ചേരുന്നു സിഫത്തിൻ താബിയത്തി. താബിയ സിഫത്തല്ലേ, അതുകൊണ്ട് ഫഖ്തുഫിറ ഫീഹാ മാ ലം യുഖ്തഫർ ഫീ ഗൈരിഹാ. ആധാരത്തിൽ പൊറുക്കാത്തതും പുറത്തു. സുമ്മ റഅയ്തു അലൽ മുഹഖിഖീന, പിന്നീട് ഞാൻ അധികം പഠിച്ച പണ്ഡിതന്മാരെ കണ്ടു. സ്വറഹ ബിമാ ദകർതുഹു, അവർ ഇതേപോലെ എനിക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ എന്ത്? മിൻ അഖദിൽ ഫീമാ ദകറഹു ഉലൈക. എന്തെല്ലാം അവർ പറഞ്ഞത്? ആ ജമ്മ് പറഞ്ഞത് മുഴുവനും എന്താണ്? ആ ഇമാമിനെ ഹാജരാക്കണം, ഇമാമിനെ തയ്യീനാക്കി നിയത്ത് വെക്കണം. മിൻ ഇസ്കാരി റാഫിഈ, ഈ മുഹഖിഖീങ്ങൾ പിടിച്ചെടുത്തത് എവിടുന്ന്? മാദക്കറഹു അല്ല, മാദക്കറഹുലേക്കല്ല, മിൻ ഇസ്കാരി റാഫിഈ വ ജവാബി. ആരുടെ അഖദ്? ആ മുഹഖിഖീങ്ങള് ആ ജമ്മ് പറഞ്ഞത് ലൈഫാണെന്ന് അടുത്ത് പിടിച്ചു. റാഫി ഇമാമിന്റെ ചോദ്യം ഉത്തരത്തിൽ നിന്ന്, റാഫി ഇമാമിന്റെ ചോദ്യത്തിൽ ഉത്തരത്തിലും ഇങ്ങനെ ഒരു ഇമാമിനെ തയ്യീനാക്കുന്ന കഥ വരുന്നുണ്ടാ? ആ സുമ്മ ഖാല ആ മുഹഖിഖീങ്ങളിൽ ചിലർ പറഞ്ഞു ഫകുല്ലു മിൻഹുമാ, ആ ചോദ്യവും ആ ഉത്തരവും സരീഹുൻ, പരസ്യമായി അറിയിക്കുന്നു. ഫി അന്ന നിയത്തൽ ഇഖ്തിദാഇ, തുടരുന്നു എന്ന കരുത്ത്. ബിവദിഇ ശർഈ റബത്തു സലാത്തിൽ മഅ്മൂമി ബി സലാത്തിൽ ഇമാമിൽ ഹാദിരീൻ. നിങ്ങളെ ഹാജരാക്കി കരുതിയാലും ഇല്ലെങ്കിലും അതിൽ തന്നെ അന്തർലീനമായിട്ടുണ്ട് പോലും. ഏതാണോ നമ്മൾക്കുള്ള ഇമാമ്, ആ ഇമാമിനെ ഞാൻ എന്താക്കുന്നു? അതുകൊണ്ട് ഫലാ യഹ്താജു ലിനിയ്യത്തി ദാലിക, ഇനി പ്രത്യേക നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഫതഅബീറു കസീരീന, അപ്പൊ അധികരിച്ച ആള് പറഞ്ഞതോ യന്നഹു യക്ഫി നിയ്യത്തുൽ ഇഖ്തിദാഇ ബിൽ ഇമാമിൽ ഹാദിരീൻ ഉണ്ടല്ലോ, ജമാഅത്തിന്റെ ബാബിലി ബിൽ ഇമാമിൽ ഹാദിരീൻ കൈത് കൊടുത്തിട്ടല്ലോ. യന്നഹു യക്ഫി നിയ്യത്തുൽ ഇഖ്തിദാഇ, അതാണ് ബിൽ ഇമാമിൽ ഹാദിരി. നിയ്യത്തുമായതല്ലോ അലാലിക്കാന്നാണ്, ബിൽ ഇമാമിൽ ഹാദിരി വേണമെന്നല്ല. നിയ്യത്തുമായതുല്ലു അലാലിക്ക എന്നാണ് അവരുടെ ചിന്താഗതി. നമ്മൾ സ്ഥാപിച്ചില്ലേ അന്ന നിയ്യത്തുൽ ഇഖ്തിദാഇ, തുടരുന്നു എന്ന കരുത്ത് തന്നെ ബിമുജറദിഹ മൗദൂഅത്തുൽ ലിദാലിക ശർഅൻ. ഈ ഇസ്തിഹ്ലാറിന്റെ ആവശ്യമേ ഇല്ല. ആ വഖറജ ബി മഅ തക്ബീരി, മഅ തക്ബീരി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് പോയി. താഖുറുഹ, നിയത്തിനെ വൈകിപ്പിക്കൽ. അൻഹു, എന്തിനേക്കാൾ? ആ എന്നാലും എപ്പോഴാണോ നിയത്ത് വെക്കുന്നത് അതുവരെ എന്തായി കിടക്കും? ആ സുമ്മയിൻ താബഅ ഫസയത്തി, ഇതേ തുടർച്ചനെ കരുതാണ്ട് ഇമാമിന് ഒത്തു നീങ്ങിയാൽ അതിന്റെ നിയമം വേറെ തന്നെ പഠിക്കണം. അത് താഴെയുണ്ട്, നിസ്കാരം മാത്രമായി പോകും. ഇത് ചോദിക്കുന്നത് എന്താന്ന്? ആ ഇമാമിനെ പിൻപറ്റുകയും ചെയ്ത്. എന്നാലോ അത് ഇവിടെയല്ല വൈന്താബാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കിതാബിൽ എന്നതാ നമസ്കാരം ഇല്ലാതായി പോകുമെന്ന് പറയുന്നുണ്ട്. ആ മസല കണ്ടിട്ടില്ല. ഫലോ തറക ഹാദിഹി നിയ്യ വതാബഅ വതലത് സലാത്തുഹു. അപ്പൊ എന്തായി? അതിപ്പം പറയണ്ടില്ല അല്ലേ? പിന്നെ വൽജുമുഅത്തു കഗൈരിഹാ ഫി ഇസ്തിറാത്തി നിയ്യത്തിൽ മദ്കൂറത്തി അല സ്വഹീഹി. ജുമാഅക്ക് ഇങ്ങനെ തന്നെയല്ലേ നിയമം? വൈൻ ഇഫ്തറഖ, പക്ഷേ വ്യത്യാസമുണ്ട്. ഫി അന്ന ഫഖദ നിയ്യത്തിൽ ഖുദ്വത്തി മഅ തഹറുമിഹാ
യംനഉ ഇൻഇഖാദഹാ. എന്താ വ്യത്യാസം? ജമാഅത്ത്. ജമാഅത്തും ജുമയും വ്യത്യാസമുണ്ട് അടിസ്ഥാനപരമായിട്ട്. എന്താ ജുമുഅ ശരിയാവാനുള്ള ഷർത്താണ്. ജുമ കിട്ടൂല, വെറുതെ നിസ്കാരം ശരിയാവുന്നു മാത്രം. ജുമ എന്ന നിലക്ക് കിട്ടണ്ടെങ്കിൽ എന്ത് വേണം? ജമാഅത്ത് കരുതലാണ്. ആരുടെ തക്ബീറത്തിന്റെ നേരത്ത്? ആരുടെ തക്ബീറത്ത്? തുടരുന്നാളെ ഇമാമിന്റെ അല്ല, ഇവിടെ മാത്രമല്ല. അത് എവിടെയെല്ലാം ജമാഅത്ത് ഷർത്തുണ്ടോ അവിടെ ഒക്കെ വേറിയില്ലേ? 3 എണ്ണം ഏതെല്ലാം? മന്ദൂറത്തിലില്ലേ? മുആദത്തിലില്ലേ? പിന്നെ മതറിന് വേണ്ടിയിട്ടുള്ള ജമ്മിലും ഇല്ലേ? ജമാഅത്ത് ഷർത്തല്ലേ? മുആദത്ത്, ജുമ, മന്ദൂറത്ത്, അതുപോലെ മജ്മുഅത്തുൽ ബിൽ മതർ, 4 പ്രശ്നമല്ലേ? ജുമാക്ക് ഇബ്തിദായിൽ തന്നെ നിയത്ത് വെക്കണ്ടേ? പിന്നെ മുആദത്ത്, പിന്നെ നേർച്ചയാക്കപ്പെട്ട ജമാഅത്ത് നമസ്കാരം, നേർച്ച വേണ്ടിക്കൽ, അതുപോലെ മഴക്ക് വേണ്ടിയിട്ടുള്ള ജമാണെങ്കിൽ ബിഖിലാഫി ഗൈരിഹാ വകൗനു സിഹതിഹാ മുതവഖഫതൻ അലൽ ജമാഅത്തി. ജുമാ സഹിയാവൽ തന്നെ ജമാഅത്തിന്റെ മേലല്ലേ? സാനിക്കാരുടെ ദലീലാണ് ഗണ്ണിക്കുന്നത്. സാനിക്കാർ പറയുന്നത് ജുമാക്ക് മഅല്ലി മാമി എന്ന് പറയാൻ ആവശ്യമില്ല പോലും. കാരണം മഅല്ലി മാമി ഉണ്ടെങ്കിലേ ജുമാ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എഴുതണ്ടാവും. സാനിക്കാർ വാദിച്ചു. ഇബ്നു പണ്ട് പറഞ്ഞല്ലോ, ഞാൻ സാനിക്കാരുടെ ന്യായം ഉദ്ധരിക്കലല്ല, അവരെ ഗണ്ണിക്കലേ മുറാദ്. ഗണ്ണന കൊടുക്കുന്നു. എന്താണ്? മുതവഖഫതൻ അലൽ ജമാഅത്തി. ജമാഅത്തിന്റെ മേലെ നിർത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രമല്ല യുഗ്നി മുജൂബിനിയത്തിൽ ജമാഅത്തി ഫിഹാ. എന്തിനെ തൊട്ട് രക്ഷപ്പെടൂല? ഫിഹാ നിയത്തായിട്ട് വേണം. 263-ലും 265-ലും പറഞ്ഞത് മറക്കണ്ട. എന്താ പറഞ്ഞത്? വുജൂബിനിയ്യത്തിൽ ഇഖ്തിദായി ഇൻദ തഹറുമിഹാ. മുആദത്ത് 2 സൈസ് ഉണ്ട് പോലെ. എന്തെല്ലാം? ഫളീലത്തിന് വേണ്ടിയിട്ടുള്ള മുആദത്താണോ എങ്കിൽ എന്ത് വേണം? കരുത തന്നെ വേണം. അത് 263-ലുണ്ട്. എപ്പം തന്നെ കരുതണം. നേരെ മറിച്ച് മുആദത്ത് മറ്റേതുണ്ട്. ഈ ചെയ്ത നമസ്കാരം സഹിയാണോ അല്ലയോ എന്ന് ഖിലാഫ് ഉണ്ട് പോലെ. എന്നാ ആവർത്തിക്കൽ സുന്നത്തില്ലേ? അവിടെ ജമാഅത്ത് വേണ്ട, അവിടെ കരുതലും വേണ്ട. അപ്പൊ 263 265 ശരിയിലാക്കിക്കോ. എന്ത്? 263-ൽ തെളിയിച്ചിട്ടുണ്ട്. എന്ത്? പറഞ്ഞിട്ടൊന്നുമില്ല അവിടെ. അതായത് ജമാഅത്താ കിട്ടുന്നു. ജമാഅത്താ മുറാദെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കണം. കരുതലൊപ്പം കരുതിയും പോണോ? എന്ത് മതിയാവൂല? പോരാ. അവിടെ ഒരു ശിഖത്തുണ്ട്. അതിൽ നിന്നുള്ള ഒരു ശിഖിൽ എന്ത് വുജൂബാകുന്നുണ്ട്? ജമാഅത്ത് വുജൂബാകുന്നുണ്ട്. അതുകൊണ്ട് ആ ജമാഅത്ത് എപ്പം കരുതലും വുജൂബാവും. അപ്പൊ ജുമാ പോലെ തന്നെയായി. അതിൽ നിന്ന് മറ്റൊരു ശിഖ് ഇങ്ങനത്തതല്ലാത്തതുണ്ട്. അത് 265-ലുണ്ട്. അത് ഏതാണ്? തെറ്റുണ്ട് എന്ന് ഏതോ ഒരു കോവിലനുസരിച്ച് ആ മടക്കുന്നതിൽ എന്ത് വേണമെന്നില്ല. ആടെ പിന്നെ ഇത് വരികയും ചെയ്യില്ല. അപ്പൊ ഫഹിയ കൽ ജുമാഅത്തി. ഫളീലത്തിന് വേണ്ടി മാത്രമാണ് മടക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ എന്ത് വേണം?